പൂർവികർ തീരുമാനിച്ചു പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം. ഈ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ സമയത്ത് ഇതിന് ജീവനുണ്ടോ? അപ്പോൾ നമ്മുടെ കൈയിൻ്റെ വിരൽ നോക്കിക്കോളൂ, ഇത് ചെറുവിരല. ഇതാണ് ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തത്. രണ്ടാമത്തത് ജലം. തുളസി തീർത്ഥം കുടിക്കുമ്പോൾ ഈ വിരലല്ലേ വെള്ളത്തിലിട്ടിട്ട് പ്രാർത്ഥിക്കുക, ജലം, ജലത്തെ പ്രതിനിധീകരിക്കുന്നു. മൂന്നാമത്തതാണ് ഉയർന്നു നിൽക്കുന്ന അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. നാലാമത്തത് വായു. അഞ്ചാമത്തത് ആകാശം. ആകാശം സർവസാക്ഷിയായി നിൽക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കുറിച്ചും ദുഷ്കർമ്മങ്ങളെക്കുറിച്ചും അവിടെ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? മരിച്ചു ചെല്ലുമ്പോൾ ഇവൻ ഇനി മുകളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കണോ? എന്താ മുകളിലേക്ക്? ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ താന്ന ജാതിയിൽ അത്ര ആത്മീയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത വീട്ടിൽ ജനിച്ചിട്ടുണ്ടാവും. ഇനിയും ഇവന് ശ്രേഷ്ഠമായ ബ്രാഹ്മണ ജന്മം കൊടുക്കാമെന്ന് അവിടെ തീരുമാനിക്കും. ഇങ്ങനെ ഇവിടെ വന്നിരുന്ന, അല്ലെങ്കിൽ ഇങ്ങോട്ട് താഴേക്ക് പശുവായി, പട്ടിയായി, പൂച്ചയായി അങ്ങോട്ട് പോവും. പുഴുവൊക്കെ ആയാലത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ, അരിച്ചു നടക്കും. ഞാനപ്പന വ്യക്തമായി പറയുന്നുണ്ട് അത്. ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായ നമ്മുടെ ശരീരത്തിന് ഇതൊക്കെ ജീവനില്ലാത്തതല്ലേ? ഭൂമി ജീവനുണ്ടോ? മണ്ണാണ്. വായു, ജലം ജീവനില്ല. അഗ്നി ജീവനില്ല. വായു ജീവനില്ല. ആകാശം ജീവനില്ല. ഈ ജീവനില്ലാത്ത 5 സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കി വെച്ച ഈ ശരീരം എങ്ങനെ ഇങ്ങനെ ഓടി നടക്കുന്നു? ഇതിനുള്ളിൽ ആരുണ്ട്? ഭഗവാന്റെ ചൈതന്യം ഉണ്ട്. അതാണ് ജീവാത്മാവും പരമാത്മാവും. അതായത് പരമാത്മാവായ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് പരിപാലിച്ച് അവസാനം സംഹരിക്കും. അതായത് അതാണ് പ്രളയം വന്ന് അവസാനം ഉണ്ട് എന്ന് പറയുന്നത്. ഓരോ കൽപ്പം കഴിയുമ്പോഴും അത്രയൊന്നും അങ്ങോട്ട് ചിന്തിക്കേണ്ട. ഈ അങ്ങനെയുള്ള ഈ ശരീരത്തിനുള്ളിൽ പരമാത്മാവായ ഭഗവാന്റെ ഒരു ചൈതന്യത്തിൻ്റെ അംശമായിട്ട് ജീവാത്മാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം ഭഗവതിമാരാണ്. മനസ്സിലായോ? ഇനി ഇങ്ങനെ നമ്മൾ അവിടെ ചെന്നിങ്ങനെ നിന്ന് നോക്കുക. അപ്പം തിരുമേനി എന്താ ചെയ്യുന്നത്? അല്ലെ, മണിയൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കില്ലേ? അതെന്താ? പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ധൂപം കൊടുക്കുന്നു. അഗ്നിയാത്മന ദീപം കൽപ്പയാമി. അഗ്നിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചു വെക്കുന്നു. പിന്നെ എന്താ? ഒരു കിണ്ടി വെള്ളം കണ്ടിട്ടുണ്ടോ? അത് രാവിലെ വന്ന അഭിഷേകം തന്നെ ചെയ്യും ജലം കൊണ്ട്. അത് ജലമാണ് കിണ്ടി വെള്ളത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. നിറച്ച കിണ്ടി കൊണ്ടല്ലേ പുതിയണ്ണിനെയൊക്കെ സ്വീകരിക്കാൻ പോവാറ്. എന്താ അത് സൂചിപ്പിക്കുന്നത്? പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഉമ്മർത്തൊരു കിണ്ടി വെള്ളം വെക്കും. ഐശ്വര്യ നിറഞ്ഞ് ഇരിക്കുന്ന കിണ്ടി എന്നാ പറയുക. അതുപോലെ ദീപം, ധൂപം, പത്രം, പുഷ്പം, ഫലം, തോയം ഇതെല്ലാം നൽകി ഇപ്പം അവസാനം എന്ത് ചെയ്യും? ഭഗവാന് ചന്ദനം ചാർത്തിക്കൂലേ? കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ ഈ ചന്ദനം ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാ. അതിനാ ചന്ദനം ചാർത്തുന്നത്.